റൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റൽ മലയാളീസ് വെൽക്കം ടു പാർട്ട് ടു ഭൂതകാലം. ഞാൻ വച്ച് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ഉടനെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എനിക്ക് ആക്ച്വലി ഷൈനികത്തിൻ്റെ അവസ്ഥ ഭയങ്കര കാരണം ഭയങ്കര റിലേറ്റബിളാണ്. നമ്മുടെ യൂത്തിന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അത് അമ്മയുടെ കുഴപ്പമില്ല, അവൻ്റെ കുഴപ്പമില്ല, സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ആരാണോ വിൽ സി. നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട്. സിഗരറ്റ്, സ്ട്രെസ് എല്ലാം തുറന്നു പറയാം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ഇല്ല, ഓപ്പണായിട്ട് പറഞ്ഞോ. ഇല്ല, എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറ. ബി കംഫർട്ടബിൾ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സി യു റിലാക്സ് എ ബിറ്റ്. ചോദിക്കാൻ വന്നതല്ലേ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്ത് മനസ്സിലുണ്ടെങ്കിലും ലെറ്റ് ഇറ്റ് കം ഔട്ട്. സി ഐ വിൽ ഹെൽപ്പ് യു. എനിക്കൊരു കുഴപ്പമില്ല. അല്ല, കുഴപ്പമില്ല. ഐ നോ ദാറ്റ്. കുഴപ്പമില്ല. ഐ നോ. എനിക്ക് ഈ ടോപ്പിക്ക് വിടടോ. ഇത്രയും വലിയ എഡ്യൂക്കേറ്റർ ആയിട്ട് ഇന്നലെ സംഭവിച്ചത് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് കള്ളു കുടിച്ച് നമുക്കിതെന്നൊരു തലവേദന തന്നെയാണ്. MBBS പഠിക്കാൻ വിട്ട ചക്കന ഇരിക്കണ കണ്ട. അതെന്ത് പറ്റി? ക്ലാസ്സിൽ പോവില്ല, വിളിച്ച ഫോൺ ഇട്ടെടുക്കൂല, വീട്ടിൽ വരില്ല. ഉറങ്ങിയിട്ട് കുറഞ്ഞ ഒരു 3 ദിവസങ്ങളായി കാണും. കുടിയും വലിയെന്ന് പറഞ്ഞു. അപ്പുറം ഒരാൾ ഉറങ്ങാതിരുന്നാൽ കാണാത്തതും കാണും, കേൾക്കാത്തതും കേൾക്കും. അത് അപകടമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ആളുടെ ഫാമിലി ഹിസ്റ്ററി, അമ്മയ്ക്ക് പ്രശ്നം, പിന്നെ മുത്തശ്ശി, അതിൻ്റെ അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണില്ലല്ലോ. ഫോൺ എടുക്കുക ബ്രോ. കട്ട് ചെയ്യല്ലേ പ്ലീസ്. Oh no, shit. Just let me. അമ്മയോട് പറ ആദ്യം. അമ്മയെ വിളിക്കേ. ഇത് ഒരു തവണ സംഭവിച്ചതല്ലേ. യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ സൗണ്ട് എഞ്ചിനീയറിംഗ് സോ ഗുഡ്. ഇറ്റ്സ് ക്രീപ്പിംഗ് മീ. ഓക്കെ, എനി ടു. വെരി നൈസ്. അവിടെ ഒരു സൗണ്ട് വന്നു. ഞാൻ പോയി നോക്കാം. വേണ്ട, നീ കൂടെ പോ. നീ എന്തിനാ അവിടെ കുന്തം പിടിക്കാൻ വേണ്ടി നിൽക്കണേ? കരാട്ടെ പോയി കൂടെ നിൽക്കണോ? ഞാനെന്തിനും പേടിച്ച്. അവിടെ ആരും ഇല്ല വിനു. ഇത്ര വലിയ സൗണ്ട് കേട്ടൊന്നും കേട്ടില്ല. ഞാൻ കേട്ടില്ല. സൗണ്ടെല്ലാം ഞാനാണല്ലോ കേൾക്കണ. എടാ what the fuck man, this god son of a. മോനില്ലേ ഇവിടെ? കാണുന്നില്ല. അവ അകത്തുണ്ട്. എന്തിനാ ചോദിച്ചേ? അവനെ കൂടെ കൊണ്ടുവന്നൂടായിരുന്നോ? ബീന ഡോക്ടർ സ്ഥലം മാറിപ്പോയല്ലോ. ഇരിക്കൂ. പെട്ടെന്ന് പറയാൻ പറ്റുന്ന പ്രശ്നമല്ല ബ്രോ. അവിടെ ആരുമില്ല. എവിടെ പോയി അറിയില്ല. ടീച്ചർ രാവിലെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോനും പോകുന്നുണ്ട്. ഓ
സാറേ, അവിടെ ഒരുപാട് സമയം ഒറ്റയ്ക്ക് നിൽക്കണ്ട സാറേ. ആ വീട് അത്ര ശരിയല്ല സാറേ. Oh shit. Oh shit. ചേച്ചി ആ വീടിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലേ? ആരാ? അപ്പുറത്ത് ടീച്ചറിൻ്റെ അടുത്ത് വന്നതാ. അവരവിടെ ഇല്ല. നിങ്ങൾ അവരുടെ റിലേറ്റീവ് അല്ലാണോ? അല്ല, ഞാൻ അവരുടെ മകനെ ഒന്ന് കാണാൻ വന്നു. ശരി. വീടിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവിടെ താമസിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അത് അവരുടെ വീടല്ലേ? വാടകയ്ക്ക്. ഞങ്ങളൊന്നും അങ്ങോട്ട് പോവാറേ ഇല്ല. എന്തു പറ്റി? അവിടെ താമസിച്ചിരുന്ന ഒരാൾ കയറി അങ്ങ് തൂങ്ങി. അയാൾ ഒറ്റയ്ക്കല്ല പോയത്. 5-6 ദിവസം കഴിഞ്ഞപ്പോഴാ ഞങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ ആ വീട്ടിൽ കയറിയിട്ടില്ലേ? നേരെ കാണുന്ന മുറി, അവിടെ അയാൾ തൂങ്ങി. അവിടെ ഭാര്യയും കൊച്ചുവല്ലേ മരിച്ചു കിടന്നത്? അല്ലടി, അയാൾ അവിടെ അപ്പുറത്തെ മുറിയിലാണ് തൂങ്ങിയത്. 2-3 വർഷം പൂട്ടി കിടക്കുമായിരുന്നു. പിന്നെയാണ് വാടകയ്ക്ക് കൊടുക്കാൻ It's തുടങ്ങിയത്. actually very good because ഇയാൾക്ക് ഇനി കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പം maybe he can help. 2-3 മാസം. ലാസ്റ്റ് വന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ? എന്തായിരുന്നു അയാളുടെ പേര്? ആനന്ദല്ലേ? അത് തന്നെ, ആനന്ദൻ. Talk to him. You need to find them. Find both those people. ഹലോ. ജോർജ് അല്ലേ? ഞാൻ വിനുവിൻ്റെ അമ്മ. ആ, പറയും മേഡം. ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. എപ്പോൾ വരും? അത് പിന്നെ മാഡം, ഞാൻ സ്ഥലത്തില്ല. ഞാൻ മധു സാറിനെ വിളിക്കാതിരിക്കുമായിരുന്നു. ഇന്നലെ രാത്രി അവൻ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നോട് പെരുമാറിയത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ ഞാൻ അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഞാനൊന്ന് തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വിളിക്കാം. You need to help them, man. They don't have anybody else. നിങ്ങളല്ലാതെ വേറെ ആരില്ല അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയ. സോ സംസാരിക്കടാ. നീ മറന്നായിരുന്നു? ഇല്ലടാ, ഞാനൊന്ന് അവിടെ ചെല്ലട്ടെ, എന്നിട്ട് ശരിയാക്കാം. എടാ, ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം. ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി. ഈ ഡാഷ്മൺ വലിച്ച് ഇവനെ കൊണ്ട് എന്താണ്? Get out of there, man. You're just killing yourself. താനിവനെ കുടിപ്പിച്ച് വലിപ്പിച്ച് എന്താണ് ഉദ്ദേശം കവിയുടെ? What the hell was that? എന്താടാ? No. ഇല്ല, സാരല്ല. വാ, വന്ന് വന്ന്. Step 1 is accepting there is a problem. You're not ready to accept it, man. അയാൾ ആ ഡോക്ടർ താൻ എന്താ കവി എന്തെങ്കിലും ചെയ്യടോ. എനിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ അമ്മയോട് കിടന്നു. കിടക്കണ്ട. എന്താ ഫോൺ എടുക്കാത്ത? ഇതവരെ ഞാൻ പറഞ്ഞില്ലേ, ആ സ്ത്രീ. എന്താണെങ്കിലും ഫോൺ എടുത്തൂടെ? എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ? ഒന്നും ശരിയാവില്ല. എന്തായാലും ഞാൻ നാളെ സാറിനെ വിളിച്ച് പറയാൻ പോകും. ഞാൻ ഇത്ര പൊട്ടനായി പോയല്ല. എന്തേലും ഒരു നട്ടല് ഇപ്പം നട്ടല്ലേ വന്നു. ഓക്കെ, കൊള്ളാം, താങ്ക്സ്. രാജൻ സാറല്ലേ? ഞാൻ രാവിലെ വീടിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചായിരുന്നു. ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇരിക്കും. അത് വാടക കൊടുത്തിരിക്കേ. സാറേ, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാനായിട്ടാണ് വന്നത്. ആ വീട്ടിൽ എന്തോ ഒരു ട്രാജഡി നടന്നതായി കേട്ടു. ഏതോ ഒരു ഫാമിലി അവിടെ എന്തോ
അറിയാനാണോ? സോറി സാറേ, എനിക്ക് അറിയില്ലായിരുന്നു. പുള്ളി എന്തോ ഒരു പ്രശ്നത്തിലായി അല്ലേ സാറേ? അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പം മുഴുവൻ അവൾക്കായിരുന്നു, അവൻ്റെ ഭാര്യയ്ക്ക്. കല്ല് പറഞ്ഞൊരു പ്രാന്തനാക്കി അവനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യിച്ചു. നാട്ടുകാർ പറയുന്നത് പോലെയാണെങ്കിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം കൊടുത്ത് അവനും തൂങ്ങി മരിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നില്ലേ? എടോ, അതൊരു വീടല്ലേ? കല്ലും മണ്ണും മരവും സിമെന്റും കൊണ്ടുണ്ടാക്കിയ വീട്. ഇത് എത്ര ദിവസം എന്ന് പറഞ്ഞായത്? Oh no. Now you know. He's not hallucinating. അവനോട് സംസാരിക്ക്. Talk to him. You need communication. കമ്മ്യൂണിക്കേഷൻ നടക്കണില്ല. ഇപ്പൊ മനസ്സിലായ? Talk. Now speak. ഉണ്ടോ? സാറുണ്ടോ? ആനന്ദ്. ഓക്കെ, ഇയാളാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ടെൻഷൻ ഉണ്ടോന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചോറെടുത്ത് വെക്കെന്നും പറഞ്ഞ് റൂമിൽ കയറി പോയ ആളാ, രക്ഷപ്പെട്ടു. പക്ഷെ അമ്മോട്ട് ഇതാ അവസ്ഥ. ആരെയോ കണ്ടെന്നോ കേട്ടെന്നോ ഒക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവരോട് ഇത് സംസാരിക്കടോ പ്ലീസ്. ലാഗ് അടുപ്പിക്കല്ലേ. ഇനി അവർ തൂങ്ങിയിട്ട് വേണോ പോയി സംസാരിക്കാൻ? ഓ യാ, ഇനിയിപ്പോൾ ഇതായി. അടിപൊളി. നമുക്ക് എവിടെയെങ്കിലും പോവാ. എങ്ങോട്ട് പോവാൻ? എവിടെയെങ്കിലും ദൂരെ പോവാ. ഇത് പറയാനാണോ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു? അതല്ല, ഞാൻ പറഞ്ഞാലും നീ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. പറഞ്ഞില്ലേ എൻ്റെ റൂമിൽ പൂട്ടിയിട്ട് എൻ്റെ ഫോൺ പൊട്ടിയ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അത് അമ്മയായിരുന്നില്ല. പിന്നെ എനിക്കറിയില്ല. അവിടെ എന്തുണ്ട്? എന്തുണ്ട്? ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എനിക്കെന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഒരു അമ്മ എനിക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവന്നു. കൗൺസിലിങ് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരാളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. വിനു, എന്നിട്ട് നീ തന്നോടൊന്ന് പറയാണ്ടിരുന്നു വിനു? നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങ്, റെസ്റ്റ് എടുക്കുക. പ്ലീസ് ഡോണ്ട് നിന്റെ ഇതെടുത്ത് അവളുടെ മേലിൽ ഇറക്കല്ലേ പ്ലീസ്. താൻ എന്തുണ്ടാക്കാനാണ് ബ്രോ? ദിസ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. എനിക്കിത് എന്തിൻ്റെ ചോദിച്ചു വാങ്ങിയതാ. അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കില്ലേ? നീ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് വേണ്ടത് പ്രോപ്പർ റെസ്റ്റാണ് ആശ. ഈ മെഡിക്കേഷനൊക്കെ ആയിട്ട് ആശ അവനൊന്ന് നോക്കി. അവൻ സ്വയം നശിക്കുകയാണ്. ഇതുവരെ നമുക്കറിയില്ലായിരുന്നു. കേസില്ലേ
ആള് പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചപ്പം ആ വീടിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞത്. പ്രശ്നം വീടണമെന്നല്ലടോ, അത് അവനെ തന്നെ. ഇന്നിപ്പം ബാറിൽ പോയി അടി ഉണ്ടാക്കി. ഒരു കണക്കിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. സാറേ, ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചോട്ടെ? അത് വേണ്ടോ ജോർജ്, ഇനി കൗൺസിലിംഗ് ഒന്നും ശരിയാവില്ല. നാളെ ഞങ്ങൾ അവൻ നോ 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 ഡോണ്ട് ഡു ദിസ്. സാറേ, ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി ആളുമായിട്ട്. വേണ്ട ജോർജ്, ഭ്രാന്തിന് നല്ലത് ഭ്രാന്താശുപത്രി തന്നെയാണ്. നിങ്ങൾക്കെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അമ്മയല്ലേ അവനെ പ്രാന്തനാക്കി, നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ. ഇപ്പം എനിക്ക് ദേഷ്യം വരണം. അവനെല്ലാവരും കൂടി ഉണ്ടാക്കണ്ട. ഇനിയിപ്പോൾ കഴിഞ്ഞല്ല, വേറെ ഒന്നും ചെയ്യാനില്ലേ? സ്റ്റോപ്പ് പ്ലീസ്, ഹാവ് സം ലോജിക്. ഓ ഷിറ്റ്, ഓക്കെ. ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം മാറുള്ളൂ. ഇതൊരു ട്രാജഡി എൻഡിങ് ആണോ? എങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ബാക്കി കാണാനില്ല. കോപ്പ് നാളെ രാവിലെ എല്ലാം ശരിയാക്കും. കൊള്ളാം, നല്ല പ്ലാനാണ്, കൊള്ളാം. നിങ്ങളും കണ്ടതല്ലേ, എന്നിട്ട് എന്തെങ്കിലും തുറന്ന് പറഞ്ഞു? പേടി എന്താണെന്നറിയോ? എല്ലാവരുടെ മുമ്പിൽ ഞാൻ വരും. എനിക്കെന്തോ പ്രശ്നമുള്ളൂ, എല്ലാവരും നോക്ക്. കൊള്ളാം. സൊല്യൂഷൻ പാത്രത്തിരിക്കില്ല, അവനെടുത്ത് കഴിക്കട്ടെ. അപ്പോൾ അതോടെ എല്ലാം തീരുമല്ല. ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, പിന്നെ എന്തിനാണ്? ആരും എന്നെ മനസ്സിലാക്കണില്ല അമ്മ. അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം. Yeah, good. That's good. Talk it out. പിന്നെ ആ ദോശ എടുത്ത് മാറ്റി പാത്രത്തിൽ നിന്ന് ആദ്യം. എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ നീയും ആവർത്തിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടല്ലേ. കരയല്ല കരയല്ല കരയല്ല. Good. That's good. This is what they wanted. തുടക്കത്തിൽ ചെയ്യുന്നെങ്കിൽ ഇല്ലായിരുന്നു. Yeah, don't. Oh, finally. Thank goodness. ഇനി വീണ്ടും വരുമോ? അയ്യോ, ആ ഡോക്ടർ അവിടെ കുന്തം മെഴുങ്ങിയ പോലെ ഇരിക്കണുണ്ടല്ലോ. തനിക്ക് എന്തേലും ചെയ്തുകൂടെ? പോയി പറ, അമ്മയോട് പറ. നിനക്ക് 2 തവണ അമ്മ വിളിക്കാം. എന്ത് വിനോ? എന്ത്? മൂവ് വൺ മോർ ടൈം. നമുക്ക് പ്രൂഫ് വേണം. പ്രൂഫ് കാണും. യെസ്, കണ്ടില്ലേ? കണ്ടില്ല? ഓക്കെ, നൗ യു നോ. എന്തിനാ വീട്ടിൽ ഇരിക്കണേ? Okay. Get out of that place. Get out. കതവ് തുറക്ക്. വാ. നിങ്ങളെന്താ വീടിൻ്റെ അകത്തോട്ട് തന്നെ വെളിയിലോട്ട് പൊക്കൂടായിരുന്നോ? നിങ്ങൾ ഹൊറർ മൂവീസ് കണ്ടിട്ടില്ലേ? ഹൊറർ മൂവീസിൽ ആരെങ്കിലും വേറെ ഹൊറർ മൂവീസ് കണ്ടിട്ടില്ലേ? ലോജിക്കലായിട്ട് ആലോചിക്കാൻ പറ്റില്ലേ? അയ്യോ, മറ്റേ ആ ഡോക്ടർ എവിടെ? എന്താണ് ഒരു മൂലക്കോട്ട് സൂം ചെയ്യണേ? What's going on?
What is that? നിങ്ങളാ വീട്ടിൽ നിന്ന് മാറടോ, പുറത്തോട്ട്. അതാരാ? അത് മറ്റേ പുള്ളിയാണോ ഇനി? പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ്. ഓ നോ, ഡോറിൽ കൂടെ വരാൻ പറ്റില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ചെയ്യാമല്ലോ, പ്രൈവല്ലേ. നിങ്ങൾക്ക് കരാട്ടെ മാൻ. ദിസ് ഈസ് ക്രീപ്പി. പുറത്തേക്ക് പോടോ. Come on, yeah, fight. Self-defense. പറഞ്ഞോ, എന്താ പരിപാടി? Get out of the house. പുറത്തോട്ട് പോ. Fast. Get out. Exit. Come on. Go. Let's go. ചവിട്ടി പൊളിക്കടാ. ചവിട്ടി പൊളിക്കാൻ പറ്റില്ല. കരാട്ടെ കിക്ക്. അമ്മൂമ്മയുടെ ഒരു കാര്യം, ഒരു പണിയില്ല, വയസ്സായിട്ട്. ഇപ്പം എന്തെങ്കിലും ജംസ്കെയർ ഉണ്ടോ? എനിക്കറിയാം. യാ ഓക്കെ. പെട്ടെന്ന് പോയി ഓടി എടുത്തിട്ട് പാടോ. ഇപ്പം ഇത് സ്ലോ മോഷനിൽ അവാർഡ് സിനിമ പോലെ സൗണ്ട് ഇല്ലാതായിരിക്കുമ്പോഴാണ് ജംസ്കെയർ വരുന്നത്. ദാറ്റ് ഇസ് സംതിങ്. ഓ വെരി നൈസ്. അതും ആയല്ലോ. ഇപ്പോൾ കയറി തൂങ്ങിയാൽ പോരെ, വലിയ പാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലേ? Dude, fast. Speed. But time is important. Oh no. Oh, that's a guy. That's a man. Okay, what's wrong? Is he having a stroke? Okay, that's bad. That's really bad. No, fuck him up, man. Go fight him. Yeah, stay strong. Stick to each other. Come on. Yeah, strong. You have always been strong. Let's go. Yeah. Come on. Let's go. Come on. Family power. You need to live, okay? Chavi udukku. Come on. Okay, yeah. Good. Step 2. Next. Go. ഈ കമൻറ്റ് സെക്ഷനിലുള്ളവരില്ലേ, ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് ട്രാജഡി ആണോ അല്ലെന്ന് ആദ്യമേ പറയണം. ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി. പോയി തുറക്കടോ. അയാൾ അടിച്ച് താഴെ ഇടും. Quick, fast. Okay. Oh shit. Oh, what the hell? Oh, സമാധാനം. എത്തിയായിരുന്നോ? കുറച്ചുകൂടി നേരത്തെ ആവാമായിരുന്നല്ലോ. ഇച്ചിരി ലേറ്റ് ആയി പോയി. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ റെഡി ആവുമായിരുന്നു. അവർക്ക് വീട് മാറണമെന്നോ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചു, DSRയുടെ എൻഡിൽ ഇവൻ മറ്റേ നമ്പൂതിരി കാണാൻ പോകണില്ലേ, അത് ഇവരെ കേസാണോ? ഓരോ വീട്ടിലും കാണുമല്ലോ ഓരോ പ്രശ്നം. എന്തായാലും നമ്മുടെ ഉദ്ദേശം നടന്നു, അമ്മയും അവനും ഒന്നായി. അല്ലാതെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കൂട്ടി
ഈ വീടിൻ്റെ അകത്ത് എങ്കിൽ നമ്മൾ ലോക്കാവേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ഏയ് ഒരാവശ്യമില്ല. കറക്റ്റാ. താൻ കുറച്ചാൾ ഇവിടെ താമസിക്കും. എന്നിട്ട് ഇനി പ്രാന്തില്ലെന്ന് മനസ്സിലായില്ല. ഓക്കെ, സമാധാനം. മോൻ എന്താ ആലോചിക്കുന്നത്? പറയണമെന്നല്ലേ പറഞ്ഞേ? നമുക്ക് ശേഷം ഇനി ഇവിടെ വരുന്നവരെ കുറിച്ച് ആലോചിച്ചതാ. യാ, ഗുഡ്, വെരി ഗുഡ് കോൾ, സ്മാർട്ട്. Tell that doctor or somebody, like get someone to do something for that house. ജംസ്കെയർ ആണോ? കുറേ നേരം സ്റ്റില്ല് പിക്ചർ. കഴിഞ്ഞോ? Oh my god. എൻ്റെ കിളി പോയി. അധികം ജംസ്കാസ് ഇതൊന്നും ഇല്ലെങ്കിലും ദിസ് ഈസ് വെരി ക്രീപ്പിങ്. ഇത് പേടിയായി ആക്ച്വലി. എനിക്ക് തോന്നുന്നു ജംസ്കെയർസ് ഇല്ലെങ്കിലും ഈ സൗണ്ട് ഡിസൈൻ ആൻഡ് സിനിമാറ്റോഗ്രഫി ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് സ്കാർഡ് മീ അലോട്ട്. അയ്യോ, കോപ്പ് ഇനി ഒരു ദിവസം ഉറങ്ങണ്ട. അടിപൊളി. പക്ഷേ അല്ല, ഞാൻ DSRയുടെ എൻഡിൽ ക്ലൈമാക്സിൽ നമ്മുടെ നമ്പൂതിരി കാണാൻ പോകുന്ന ഈ സെയിം പുള്ളിയാണ്. എന്തോ ഒരു കേസ് പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതൊരു വീട്ടിലെന്തോ പ്രശ്നമുണ്ട്, അതൊന്ന് നോക്കണം എന്നാണ് പറയണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ കേസ് തന്നെയാണ് പറയുന്നത് ആയിരിക്കും DSRയിൽ പറയണത്. സോ അത് തന്നെ ആണെന്നാണ് വിശ്വസിക്കുന്നത്. സോ മോസ്റ്റ് ലൈക്ലി ദാറ്റ് ഇസ് എ കേസ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മയുഗത്തിലും എന്തോ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് ഈ നമ്പൂതിരി ഇസ് ദി ഡിസെൻഡൻ്റ് ഓഫ് നമ്മുടെ ബ്രഹ്മയുഗത്തിലെ ബ്രാഹ്മണൻ, പുള്ളിക്കാരൻ. ഇഫ് ദാറ്റ് ഇസ് എ കേസ്, ഇന്നൊരു സീക്വൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഹൗസിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, എക്സോസിസം നടന്നിട്ടില്ല. പ്രേതമുണ്ട്, പ്രശ്നമുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ മേ ബി ഒരു നെക്സ്റ്റ് സീക്വലിൽ ഇതിൻ്റെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുമായിരിക്കും മേ ബി. അതോ ഇങ്ങനെ ഇട്ടേക്കാണോ നമുക്കറിയില്ലല്ലോ. ഡയറക്ടറോട് ചോദിക്കണം. ആനന്ദ് സദാശിവം. ഓക്കെ, ഇതാണോ DSRയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇൻട്രസ്റ്റിംഗ്. പക്ഷേ DSRയിൽ കുറച്ചുകൂടി സ്റ്റോറി ഉണ്ട്. ഇതിനകത്ത് സ്റ്റോറി ഒന്നുമില്ല. ലൈക്ക് ആ ഒരു ജംസ്കെയർ, വീട്ടിലെന്തോ പ്രശ്നമുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ്, പിന്നെ അത് തീരുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ഷെയ്ൻ നിഗത്തിൻ്റെ അവസ്ഥ, വിനുവിൻ്റെ അവസ്ഥ. അത് ലൈക്ക് ഈ പ്രേതം എലമെൻ്റ് ഒഴിച്ച് നിർത്തിയാൽ കൂടിയും ഈ ഒരു പ്രശ്നം ഇസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ അവർ സൊസൈറ്റി. ഒരു ലൈക്ക് 20 years കഴിഞ്ഞുള്ള ഒരു യങ്സ്റ്റർ, എസ്പെഷ്യലി മെയിലാണെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം, ആ ഒരു സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. കാരണം ജോലി കിട്ടുന്നതിന് അത്ര എളുപ്പമല്ല നമ്മുടെ സൊസൈറ്റിയിൽ. ലോട്ട് ഓഫ് യൂത്ത് ഇസ് അൺഎംപ്ലോയിഡ്, റൈറ്റ്? ആൻഡ് നീ അത് ചെയ്യണം, മറ്റേത് ചെയ്യണം. ദർ ഇസ് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ടു ദി മെയിൽ ജനറേഷൻ. And they are put in a situation, people don't understand them. They're supposed to do a lot of these things while they are not in a position where they can care about their mental health. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നമല്ല, അവരുടെ സാഹചര്യങ്ങളുടെ പ്രശ്നമാണ്. സാഹചര്യങ്ങളുടെ പ്രശ്നമില്ലാത്ത പല ആൾക്കാരും അവരുടെ ലൈഫ് ഓക്കെയാണ്. പക്ഷെ അല്ലെങ്കിൽ യു ആർ ഇൻ ഡീപ് ഷിറ്റ്. മിഡിൽ ക്ലാസ് ആണെങ്കിലും ലോവർ ക്ലാസ് ആണെങ്കിലും ഇതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ യു നീഡ് ടു ടോക്ക് അബൌട്ട് തിങ്സ്. സംസാരിച്ച് തീർക്കണം. നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിന് റെക്ടിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കണം. പിന്നെ വെള്ളം അടിച്ചുകൊണ്ടോ സിഗരറ്റ് വലിച്ചുകൊണ്ടോ, ഞാൻ ജീവിതത്തിൽ ഇതുവരെയും വെള്ളം അടിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല എന്ന് വെച്ച് വലിക്കുന്നത് പ്രശ്നമാണെന്നല്ല പറയുന്നത്. വലിക്കുന്ന പ്രശ്നമാണ്. സിഗരറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. വലിക്കാതിരിക്കരുത്. ഇനി മദ്യം അത്ര നിർബന്ധമാണെങ്കിൽ പലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓവറാകുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, സിഗരറ്റ് വലി ഐ വുഡൻ റെക്കമെൻഡ് അറ്റ് ഓൾ. ദാറ്റ് ഈസ് റിയലി ബാഡ്. യു വിൽ ഡൈ ഓഫ് ക്യാൻസർ. ഓക്കെ, ഇതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. ഇപ്പം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഗെയിം കളിക്കുന്നതാണെങ്കിലും, എന്താ പറയുക, ഇതാണെങ്കിലും നിങ്ങൾ ഓവറായിട്ട് ചെയ്യുന്നതാണെങ്കിൽ മോസ്റ്റ് ലൈക്ലി റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസമാണ്. ഇറ്റ്സ് എ കോപ്പിംഗ് മെക്കാനിസം ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു സോൾവ് എനി ഓഫ് യുവർ പ്രോബ്ലംസ്.
തിരിച്ച് ഈ ഗെയിം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോളിങ് കഴിയുമ്പോൾ മദ്യപിച്ച് കഴിയുമ്പോൾ സിഗരറ്റ് വലിച്ച് കഴിയുമ്പോൾ സെയിം പ്രോബ്ലത്തിലോട്ടാണ് വരുന്നത്. ഇനി ആ സെയിം പ്രോബ്ലം വേഴ്സ് ആവും. ഇവൻ്റെ സിറ്റുവേഷൻ പോലെ, ബിനുവിൻ്റെ സിറ്റുവേഷൻ പോലെ. ഇത് പറയാൻ എനിക്കെന്താ യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹിപ്നോട്ടിസ്റ്റാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാം. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തെറാപ്പി, ഐ തിങ്ക് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ചെറിയൊരു തെറാപ്പി ക്ലിനിക്ക്, എസ്പെഷ്യലി കോർപ്പറേറ്റ് തെറാപ്പി, കാരണം ഐ എം വർക്കിംഗ് ആ ഫുൾ ടൈം കോർപ്പറേറ്റ് ജോബ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബ് എനിക്കുണ്ട്. അപ്പം കോർപ്പറേറ്റ് ഉള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ച് എനിക്കൊരു ഇൻസൈറ്റ് ഉണ്ട്. അപ്പോൾ അതും എൻ്റെ സൈക്കോളജി ഹിസ്റ്ററിയും ഹിപ്നോട്ടിസം ഹിസ്റ്ററിയും വെച്ചിട്ട് മേ ബി ഐ വാസ് തിങ്കിങ് അബൌട്ട് സ്റ്റാർട്ടിങ് ആ ലിറ്റിൽ ബിറ്റ് ഓഫ് തെറാപ്പി ക്ലിനിക് ഇൻ സം ടൈം. കുറച്ച് സമയം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് എ ലിറ്റിൽ മോർ ദാൻ 1 year ഒന്ന് സെറ്റായി വരാൻ. മാസ്റ്റേഴ്സ് കഴിയണം അതുകൊണ്ട്. സോ യാ, ആക്ച്വലി ദിസ് എ വെരി ബിഗ് പ്രോബ്ലം. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇത് കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം ഈ സിറ്റുവേഷൻ കുറച്ചുകൂടെ വേഴ്സാണ്. ഇന്ത്യയിലും ആണ് ഓബിയസ്ലി. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഇതിന് എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആക്ച്വലി നമ്മൾ സംസാരിക്കണം, പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യണം. തെറാപ്പി ഇറ്റ്സ് എ ഗുഡ് വേ. പക്ഷേ പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മുടെ ഇപ്പോഴത്തെ പല തെറാപ്പിസ്റ്റും കൗൺസിലേഴ്സും ഇവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കില്ല. ദേ ആർ നോട്ട് ട്രെയിൻഡ് ഇൻ എ വേ ടു ഹാൻഡിൽ ദ യൂത്ത് ഓഫ് ദി ജനറേഷൻ. 10 വർഷം മുമ്പുള്ള ഒരു യങ്സ്റ്റർ ജനറേഷൻ അല്ല ഇപ്പോൾ ഉള്ള യങ്സ്റ്റർ ജനറേഷൻ. അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അതിൻ്റെ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അത് നമുക്ക് കിട്ടണില്ല. ആൻഡ് നമ്മുടെ നാട്ടിലൊക്കെ തെറാപ്പി എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് വെരി അൺകോമൺ. പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനോ പറ്റുന്ന ആൾക്കാർ ഇറ്റ്സ് റയർ. ആൻഡ് എനിക്ക് ഈ ഒരു സാധനത്തിൽ വലിയ വിശ്വാസമില്ല. സൂപ്പർ നാച്ചുറൽ ഐ എം നോട്ട് മച്ച് ഓഫ് ബിലീവർ. ഞാനൊരു സ്കെപ്റ്റിക്കാണ്. എൻ്റെ പേര് തന്നെ മിസ്റ്റർ സ്കെപ്റ്റിക് എന്നാണ്. പക്ഷേ ഇഫ് സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻഡ് റൈറ്റ്, ഐ വുഡ് നോട്ട്, ഇപ്പോൾ മറ്റേ പുള്ളിക്കാരൻ വന്നതുപോലെ വലിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കണം. സ്റ്റോറി അധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻജോയബിൾ ആയിരുന്നു, ഭയങ്കര എൻജോയബിൾ ആയിരുന്നു മൂവി. പിന്നെ വിനുവിൻ്റെ ആ ഒരു അവസ്ഥ ഓൾസോ, ആ ഒരു എലമെൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വിനുവിൻ്റെ അവസ്ഥയല്ല, വേറെ പല ആൾക്കാരുടെ അവസ്ഥയാണ്, പ്രേതമില്ലെങ്കിൽ കൂടി. ദാറ്റ് വാസ് വെരി നൈസ്. ഇതാണോ DSR ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് സ്റ്റോറി കുറച്ചുകൂടെ DSR ഒക്കെ ഉള്ളത് കൊണ്ട് DSR ഇഷ്ടപ്പെടുന്നു പറയൂ. യു നോ വാട്ട്, എൻ്റെ സിനിമാറ്റോഗ്രഫി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഇത് തന്നെ ഇഷ്ടപ്പെട്ടെ. പക്ഷേ ഈ സിനിമ ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കുക, എനിക്കൊരു ഓപ്ഷൻ തരുവാണ്, നിനക്ക് ഏതെങ്കിലും ഒരു സിനിമ കാണണം, ഒന്നുകൂടി കാണണം, റീവാച്ച് ചെയ്യണം, ഡയസിറ ഓർ ഭൂതകാലം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയസിറേ പറയുള്ളൂ. പക്ഷേ ഐ തിങ്ക് ദിസ് മൈറ്റ് ബി എ ബെറ്റർ മൂവി, ഭൂതകാലം. സോ യാ, ദിസ് ഇസ് പ്രോബ്ലി ബെറ്റർ മൂവി. പക്ഷേ ഞാൻ റീവാച്ച് ചെയ്യൂല. അയ്യോ, ഇനി നിങ്ങൾക്ക് എന്നെ കഷ്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രയ സിനിമ റെക്കമെൻഡ് ചെയ്യും, ഞാൻ ഇരുന്ന് കാണാം. ഓക്കെ, ഞാൻ ആക്ച്വലി കുറച്ചാൾ മുമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഹൊറർ ഗെയിംസ് കളിക്കണമെന്ന്. എൻ്റെ അവസ്ഥ സിനിമ കണ്ടപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഹൊറർ ഗെയിംസ് കളിക്കുമ്പോൾ എന്താവും എന്തോ. ഇനി എന്തെങ്കിലും റിയാക്ട് ചെയ്യാനുണ്ടോ? എനിത്തിങ് യു വാണ്ട് മീ ടു റിയാക്ട് ടു, ട്രെയിലേഴ്സ് ഓർ സംതിങ്? ലെറ്റ് മീ നോ down in the comment section. I'll definitely check it out. And I really enjoyed this one. It's a very good movie. Any other movies Pramavika I already saw, something else that you want me to check out, let me know. I'll definitely take a look, and I'll see you guys next video. Goodbye.